ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ഇലകളിലെല്ലാം ചെറിയ മഞ്ഞളിപ്പും കറുത്ത പുള്ളികളും ഒക്കെ വന്നിട്ട് ചെടികൾ മൊത്തത്തിൽ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതെന്നും അതിനെന്താണ് പരിഹാരമെന്നും അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്നുള്ളതൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രോഗം വന്ന ചെടിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇതാണ് പ്രധാന ഒരു സിംറ്റം എന്ന് പറയുന്നത്. നമ്മുടെ നല്ലപോലെ നിൽക്കുന്ന ഹെൽത്തിയായിട്ട് നിൽക്കുന്ന ഒരു ചെടി പെട്ടെന്ന് ഇതുപോലെ മഞ്ഞ കളർ വന്നുകയും കറുപ്പ് നിറങ്ങളാവുകയും ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഈ ഫംഗൽ കൊണ്ടിട്ടുള്ള ഒരു അറ്റാക്കാണ്. നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതെന്ന് പറയുമ്പം ഇലകളിൽ മഞ്ഞളിപ്പാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഇലകളിൽ മഞ്ഞളിപ്പെന്ന് പറയുമ്പോൾ പലർക്കുള്ള തെറ്റിദ്ധാരണ സൂര്യൻ്റെ ചൂട് എന്ന് വെച്ചാൽ സൺബേൺ ഏറ്റിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ഇലകളിൽ ഇതുപോലെ മഞ്ഞളിപ്പ് വരും, കറുപ്പ് വരും. അത് പക്ഷേ അതും ഈ ഫംഗൽ ഇൻഫെക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സൂര്യാഘാതം ഏറ്റ ഇലയാണെങ്കിൽ അതങ്ങ് കൊഴിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതുപോലെ കറുത്ത പുള്ളി വന്നിരിക്കുകയാണെങ്കിൽ അത് മാസങ്ങളോളം നമ്മളെ പ്ലാന്റിൽ അതുപോലെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. നിന്നിട്ട് അത് മൊത്തം നമുക്ക് പുറമേ നോക്കുമ്പോൾ അത് വ്യാപിക്കുന്നതായിട്ട് തോന്നില്ല. പക്ഷേ അത് മൊത്തവും ഇലകളിൽ മൊത്തവും വ്യാപിച്ചിട്ട് ഈ മൊട്ടുകളുള്ള പൂക്കൾ വരാൻ നിൽക്കുന്ന പ്ലാന്റിലാണെങ്കിൽ ആ പൂക്കളിലോട്ടാണ് ഇത് ഡയറക്റ്റ് വ്യാപിക്കുന്നത്. നമ്മൾ വിരിയാനുള്ള മൊട്ടുകളും പൂക്കളും ഒക്കെ ആണെങ്കിൽ അത് ഒരു ആഴ്ച പോലും എടുക്കില്ല, 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ആ പൂക്കളും മൊട്ടുകളും എല്ലാം അഴുകിയിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഈ ഇല കണ്ടോ, ഇതെന്ന് പറയുമ്പോൾ സൂര്യാഘാതം ഏറ്റൊരു ഇലയാണ്. ഇത് അധിക നാൾ പ്ലാന്റിൽ നിന്നില്ല. ഇപ്പം ഞാൻ കട്ട് ചെയ്തതൊന്നുമല്ല, ഇത് ഡയറക്റ്റ് ഇതുപോലെ എല്ലോ ആയിട്ട് വന്നിട്ട് അതിഞ്ഞ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് പറഞ്ഞ ഒരു ഫംഗൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നതെന്ന് വെച്ചാൽ ആദ്യം കണ്ടോ മഞ്ഞ പോലെ വന്നിട്ട് ഇലകളിൽ ഒരു ഭാഗത്ത് മഞ്ഞളിപ്പ് പോലെ വന്നിട്ട് അത് ഒരു ചെറിയൊരു ബ്രൗൺ സ്പോട്ടാവും. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മഞ്ഞളിപ്പ് വന്നിട്ട് അതിനകത്ത് ചെറിയൊരു ബ്രൗൺ സ്പോട്ട് വരും. ആ ബ്രൗൺ സ്പോട്ട് പിന്നീട് ഇതുപോലെ വലിയ ഒരു വൃത്താകൃതിയിൽ കറുത്ത അടയാളമായിട്ട് നമ്മുടെ ഈ പ്ലാന്റിൽ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇത് പിന്നെ നമ്മുടെ ഈ പൂക്കളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വ്യാപിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഫംഗൽ അറ്റാക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. വെള്ളമാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം. വെള്ളം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ രാവിലെ നനയ്ക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അഥവാ രാവിലെ നനയ്ക്കാതെ ചിലർ വൈകുന്നേരങ്ങളിലൊക്കെ മറ്റ് ചെടികൾ നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓർക്കിഡ് ചെടികൾ നനയ്ക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിയിൽ കറക്റ്റ് ഹോൾസ് ഇല്ലെങ്കിലും ഇതിൻ്റെ അടികളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ തറകളിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ മഴയൊക്കെ പെയ്തിട്ടോ മറ്റ് ചെടികളിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഒഴുകി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ മറ്റ് ചെടികളിൽ നിന്നും ഇത് കണക്ക് ഫംഗൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് നമ്മുടെ പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻ ഒരുപാട് വരാൻ പ്രധാന ഒരു കാരണമാണ്. പിന്നെ ഈ ചെറിയ ചെടിച്ചട്ടികളിലോ ചിരട്ടയിലോ ഒക്കെ വെള്ളം മഴ പെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ തങ്ങി നിന്നിട്ട് അതിനകത്ത് ചെറിയ ഫംഗസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് തട്ടിത്തെറിച്ച് നമ്മുടെ പ്ലാന്റ്സിൽ വീണിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ആ അസുഖം വരാതിരിക്കാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണെന്ന്. അതുപോലെയാണ് നമ്മുടെ ഓർക്കിഡ് ചെടികളിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മളത് വരാതിരിക്കാൻ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാങ് ചെയ്തിടുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്, അവരുടെ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഏറ്റവും നമുക്ക് ചെയ്യേണ്ടത് ഈ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ പ്ലാന്റ് ഹാങ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അടിവശങ്ങളിൽ തങ്ങി നിൽക്കാതെ നമുക്ക് കാണാനും പറ്റും. താഴെ ഇരിക്കുമ്പോൾ നമുക്കിത് ഇതിൻ്റെ അടിയിലൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മുടെ ഈ ഹൈറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിയിൽ വെള്ളം കെട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പം വെള്ളം ഇതുപോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് തന്നെ ഹോളൊന്ന് മാറ്റിയിട്ട് അതിൽ കൂടെ വെള്ളം ഇങ്ങ് ഊർന്ന് പൊക്കോളും. പിന്നെ മണ്ണൊക്കെ തട്ടിയിട്ടുള്ള പ്രശ്നങ്ങളും ഫംഗൽ അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കും.
പിന്നെയെന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പ്ലാന്റ്സ് തൂക്കിയിടാനുള്ള സൗകര്യം ചിലപ്പോൾ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ താഴെ തറ ലെവലിൽ നിന്ന് ഒരു 3-4 അടി ഉയരത്തിൽ നമ്മുടെ ഈ പ്ലാന്റ്സ് വെക്കുക എന്നുള്ളതാണ്. ഈ വെള്ളം ഒഴുകി പോകുന്ന ഭാഗങ്ങളിൽ മാക്സിമം നമ്മുടെ ഓർക്കിഡ് ചെടികൾ വെക്കരുത്. അപ്പോൾ ഇങ്ങനെ രോഗം വന്ന ഫംഗൽ ഇൻഫെക്ഷൻ വന്ന പ്ലാന്റ്സിനെ നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മറ്റ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് മറ്റ് പ്ലാന്റ്സിനെല്ലാം പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കത്രികയോ അല്ലെങ്കിൽ പിച്ചാത്തിയോ ഏതെങ്കിലും വെച്ചിട്ട് ആ ഇൻഫെക്ഷൻ വന്ന ഭാഗം, ഇലകളിലായിരിക്കും ഇത് ആദ്യം കാണപ്പെടുന്നത്. അപ്പോൾ ആ ഇലകളുടെ ആ നല്ല ഭാഗം വെച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട്, ഒരിക്കലും ഇതിൻ്റെ മൂടുകളിലിടരുത്, അടുത്തൊന്നും ഇടരുത്, കൊണ്ടുപോയിട്ട് നല്ലപോലെ നശിപ്പിച്ച് കളയുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊരിക്കലും മറക്കരുത്, വിട്ടു പോകരുത്. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് സീൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് സീൽ ചെയ്യാൻ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളത് റീപോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ റീപോർട്ടിങ്സിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പ്ലാന്റ്സ് ഒന്നും കൂടി 2 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ വേരിൻ്റെ ഗ്രോത്തും അതിനകത്ത് എന്തെങ്കിലും വേരിനകത്ത് ഇൻഫെക്ഷൻ ഉള്ളതും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 വർഷം കൂടുമ്പോൾ റീപോർട്ട് ചെയ്യുക, പുതിയ പോട്ടിങ് മിക്സർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിത് റീപോർട്ട് ചെയ്തതിന് ശേഷം പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേരിനകത്ത് എന്തെങ്കിലുമൊക്കെ ചീയലുണ്ടെങ്കിൽ, ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന പ്ലാന്റ്സ് ചിലതിനൊക്കെ വേരിനും വരും ഇൻഫെക്ഷൻ. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വേരെല്ലാം കട്ട് ചെയ്ത് നല്ല വേര് മാത്രം വെച്ചതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ പോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് ടൈറ്റ് ആവരുത്, ഒരു എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് കട്ട് ചെയ്ത് സീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗിസൈഡാണ്. അത് നമ്മുടെ ഈ കറുവാപ്പട്ട, നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറുവാപ്പട്ടയില്ലേ, മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ കറുവാപ്പട്ട വെച്ചിട്ടാണ് ഞാൻ ഈ ഫംഗിസൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ കറുവാപ്പട്ട നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇപ്പം നല്ലപോലെ പൊടിഞ്ഞില്ലെങ്കിൽ അത് പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ച് മാറ്റണം. ചെറിയ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, കറക്റ്റ് പറഞ്ഞാൽ ഹോർട്ടിക്കൾച്ചർ ഓയിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് ഈ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിൻ്റെ, ഈ ഓയിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെറും പൗഡേർഡാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇത് ജസ്റ്റ് സീൽ ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇളകിപ്പോവും, പൗഡറിന് ഇളകിപ്പോവും. അപ്പം കറക്റ്റ് അതിനകത്തൊന്ന് സീൽ ചെയ്തിരിക്കാനും പിന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് തട്ടി വെള്ളം അങ്ങ് പോത്തേയുള്ളൂ, വെള്ളം അതിനകത്തേക്ക് കയറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വെജിറ്റബിൾ ഓയിലും കൂടി മിക്സ് ചെയ്ത് ചേർന്നത്. അപ്പം ഞാനിത് ഈ പ്ലാന്റിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഇൻഫെക്ഷൻ വന്നൊരു പ്ലാന്റാണ്. ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അതുപോലെ പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയാണ്. അതിനകത്തേക്ക് ഒരുപാട് കോരി ഒഴിക്കരുത്, ഒരു ജസ്റ്റ് കുഴമ്പ് രീതിയിൽ. അപ്പം ചെറുതായിട്ട് ഡ്രോപ്പായിട്ട് തുള്ളിയായിട്ട് ഒഴിക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ കിട്ടണം, നമ്മളത് ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ ഒരു പരുവത്തിൽ നമ്മുടെ ഇത് എടുക്കണം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും നല്ല സ്റ്റെറിലൈസ് ആയിട്ടുള്ള നൈഫ് എടുത്തിട്ട് ഈ ഇൻഫെക്ഷൻ വന്ന ഭാഗം നമുക്ക് അതിന് മുകളിൽ നല്ല ഭാഗം വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്ത് മാറ്റാൻ. കട്ട് ചെയ്യുക, അത് മാറ്റുക, അത് നശിപ്പിച്ച് കളയണം. അതിനുശേഷം നമ്മുടെ ഈ മിക്സ് അതിനകത്തേക്ക് തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട്
നമ്മുടെ ഫംഗിസൈഡൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുരട്ടി വെക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് നാളത്തേക്ക് വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇതൊന്ന് കവർ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ കവറൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം ഒന്ന് തട്ടാതെ ഇരുന്നാൽ മതി. നമ്മളിതിൻ്റെ മൂട്ടിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഇതിനകത്തേക്ക് വെള്ളം വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നൊരു പ്ലാന്റ് ഒരു 1.5 മാസത്തേക്ക് നമ്മൾ പ്രത്യേകം ഒരു കെയർ കൊടുക്കണം. ആ ഒരു കറക്റ്റ് പീരീഡ് ആ 1.5 മാസമാണ് പറയുന്നത്. ഇത് പിന്നെ വ്യാപിക്കുന്നുണ്ടോ എന്നതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഇൻഫെക്ഷൻസ് പൂർണ്ണമായിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മുടെ മറ്റ് ഓർക്കിഡ് ചെടികളുടെ കൂടെ ഇത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഫംഗിസൈഡൊക്കെ ഇതുപോലെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും റിസൾട്ട് വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.